ഹലോ ഗൈസ്, അപ്പൊ നമ്മളിന്ന് പോണത് എങ്ങടാ ഷെമ്മേ? നമ്മളിന്ന് പോണത് സ്റ്റെപ്സ് കേറാൻ, ഒരു മല കയറാൻ പോവാണ് അല്ലേ? അല്ലേ? നാരായണത്ത് പ്രാന്ത് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് മല കയറാന്. അങ്ങനെ പറയാം, അതന്നെയാണ് തോന്നുന്നത്. അറിവുള്ളവൻ ബാക്കിലുണ്ട്, വണ്ടിമേലാണ്. അപ്പൊ ഞങ്ങള് മല കയറിയിട്ട് അവിടുത്തെ കാര്യങ്ങളും 400 സ്റ്റെപ്പ് ഉണ്ട്. ഞങ്ങള് എക്സൈറ്റ്മെന്റിലാണ്. കയറാൻ പറ്റൂല എന്നൊക്കെ നോക്കട്ടെ. പുലർച്ചെ രാവിലെയാണ് പോണത്, 5 മണിക്ക്. അപ്പോ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ കാണിക്കാം. അപ്പൊ നാരായണത്ത് ഭ്രാന്തിന്റെ മലയുടെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ഗൈസ്, അപ്പൊ ഒരുപാട് വിശേഷങ്ങളുള്ള മലയിലോട്ടാണ് നമ്മൾ പോണത്. നാരായണത്ത് ഭ്രാന്ത് എന്നാണ് മലയുടെ പേര് വരുന്നത്. അപ്പോ നമ്മൾ എക്സൈറ്റ്മെന്റ് ആണ്, കാരണം രാവിലെ പുലർച്ചെ അവിടെ സൂര്യോദയ സമയത്ത് നമ്മൾ എത്തുന്നത്. 400 സ്റ്റെപ്പുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ കാര്യങ്ങള് കുറെ ചരിത്രപരമായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പൊക്കെ പോയ സ്ഥലമായിരുന്നു. അപ്പോ അതിന്റെ ഓരോ ഭാഗങ്ങളും അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നതാണ്. പോകുന്ന വഴിയിലുള്ള കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ്, കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ് ആണിത്. നല്ല അടിപൊളിയാണ് കാണാന്. പിന്നെ ഇത് നമ്മളെ വളാഞ്ചേരി ഭാഗത്താണ് വരുന്നത്. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ബൈക്ക് മേലാണ് പോണത്. നല്ല തണുപ്പുണ്ട്, നല്ല സുന്ദരമായ കാറ്റും തണുപ്പും കൊണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ രായിരനല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രമാണ് ഗേറ്റിന്റെ എൻട്രൻസ് നെയിം വരുന്നത്. അപ്പൊ കൊറേ നടക്കാണ്ട്, 400 സ്റ്റെപ്പൊക്കെ ഉള്ളത്. നമുക്കിവിടെ പഴയകാല സാമൂതിരി നമ്മളെ കൂടെ ഉണ്ട്, ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാന്. എവിടെ നോട്ടെ, ഇത് 21 സ്റ്റെപ്പ്. ഇതെന്താ ഡേറ്റാ? എടാ ഇതെന്താ എഴുതികളെന്താ? 2004. ഓക്കെ, സൈഡ് വെച്ച് പോ. ടെക്നിക് അതറിയില്ല. ഞങ്ങളിതാ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കുത്തനെ കയറ്റയക്കണേ, ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഇപ്പൊ കയറി. ക്ലിയർ കുറവുണ്ട്. അതെയാ, ഏറെക്കുറെ സ്റ്റെപ്പ് കയറി കഴിയാനായി. ഒരുപാട് സ്റ്റെപ്പ് നമ്മൾ കയറി, കൂടെ ടോപ്പിലെത്തിയിട്ടുണ്ട്. അവിടുത്തെ വ്യൂ ആണിത്. സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റെപ്പ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷമയും ഇതാ കുഴങ്ങി ഇവരൊക്കെ കൈയെത്തി നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് നല്ല വ്യൂ ആണ്. അടിപൊളി. തിരിച്ചിറങ്ങുമ്പോൾ നല്ല വ്യൂ കിട്ടും. വീടൊന്നും കൂടെ ആഡ് ചെയ്യാം. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. 12/9/2012. ഇവിടെ ഒരു കുത്തനെ സ്റ്റെപ്പ് ഉണ്ട്. ഗൈസ്, നമ്മൾ ഒരുപാട് ഇപ്പം നടന്ന് കയറി, ആ കണ്ണൊക്കെ കയറിയിട്ടുണ്ട്. ഇഷ്യലായിട്ട് തിരിച്ചു പോകുമ്പോൾ വിളിച്ചിട്ടുണ്ടോ, അപ്പോൾ നല്ലപോലെ കാണിച്ചു തരാം. നേരം വെളുത്ത് വരുന്നുള്ളൂ. അടിപൊളി സ്റ്റെപ്പ് കയറി, നല്ല കാറ്റ്, നല്ല തണുപ്പ്, വൈബുണ്ട്, ഒന്നും പറയല്ല, സൂപ്പർ. ഞങ്ങൾ മേലെ പറമ്പിലെത്തിയിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചു വരുന്നു. പടിയാണ് അട്ടപ്പാടി. അട്ടപ്പാടി പോയി എന്ത് രസാണെന്നറിയോ. ഇതാണ് ഗൈസ് നാരായണത്ത് ഭ്രാന്തൻ. ഞാൻ പറഞ്ഞില്ല, അതാണ് ഓന്റെ ആഗ്രഹം. നമുക്ക് സൂര്യോദയത്തിന്റെ ക്ലിപ്പ് ഇവിടെ വേറെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. സ്റ്റാൻഡൊക്കെ ഉണ്ട് നമുക്കിവിടെ.
സ്റ്റാൻഡ് കൊണ്ടുവരാണെങ്കിൽ ആ ബാക്കിൽ കറക്റ്റ് വെച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ സീന്. ഇങ്ങോട്ട് വാ, ഞാനൊരു സാധനം കാണിച്ചു തരാം. അപ്പോ നമ്മൾ ഈ നാരായണ ഭ്രാന്ത് സ്ഥാപിതം 18/10/1995. ഇവിടെ എഴുത്തുണ്ട്, ഭ്രാന്തരാൽ അകപ്പെട്ട മർത്യൻ, ഭ്രാന്തരാൽ അറിഞ്ഞ മുഴു ഭ്രാന്തനെന്ന് 1000 അർത്ഥമത്തേകും പറയുന്നു. മൊയ് ഭ്രാന്തന്റെ ചെയ്തികളായി ചമച്ചു മുമ്പിലിപ്പാറയായി കാത്തു നിൽക്കുന്നൊരു മർത്യലോകത്തിന്റെ ജന്മത്തിനായി. സുരേന്ദ്രകൃഷ്ണൻ. ഓ, അടിപൊളി വ്യൂ ആണ്. അപ്പോ 12 മക്കളെ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. എടാ കറക്റ്റ് ഇങ്ങോട്ട് വരുന്ന ലൊക്കേഷന് പറഞ്ഞെടുത്താ, ഇങ്ങോട്ട് എങ്ങനെ വരേണ്ടത് ഈ അവിടെ പോയപ്പോ സൂര്യൻ എന്തേലും ഉദിക്കണം. ഇല്ല, ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഒന്നും നോക്കില്ല, പറ. ഇങ്ങോട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇപ്പൊ വളാഞ്ചേരി ഭാഗത്തു നിന്നാണ് വരുന്നത് വെച്ചാല് നമ്മള് കൊപ്പം വഴിക്ക് നടുവട്ടം. ഇനി പട്ടാമ്പി ഭാഗത്തു നിന്നാണ് വരുന്നത് വെച്ചാല് പട്ടാമ്പി ടു കൊപ്പം, കൊപ്പം ടു നടുവട്ടം. നടുവട്ടത്തു നിന്ന് നമുക്ക് രാജല്ലൂർ മലയിലേക്കുള്ള വഴിന്ന് കാണും. നമ്മൾ അതിൽ കേറി പോന്നാ മതി. ഓക്കെ, അപ്പൊ എല്ലാരും പൂർണ്ണരൊക്കെ പോന്നോളി. അടിപൊളിയാണ്, പുലർച്ചെ പോന്നോണ്ടി. അപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, പെടാതിരിക്കൂല. ഇങ്ങോട്ട് വരാത്തുള്ളവരൊക്കെ വന്നോളി. ലൊക്കേഷൻ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാരും പോരി, അടിപൊളിയാണ്. വരുന്നവരൊക്കെ മാക്സിമം രാവിലെ പോകുന്നുണ്ടു. പേരിലോട്ട് കൊടുത്തിട്ടുള്ള ആള് ഇതാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വഴിക്കാട്ടി മൂപ്പരാണ്. പേരും കാര്യങ്ങളൊക്കെ അതിന്റെ റെക്കോർഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫുൾ വ്ളോഗിൽ നിങ്ങൾ കണ്ടാൽ അതിൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ പോകുന്നോളി, അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി പോരുന്ന ആൾക്കാരാണെന്നെ പുലർച്ചെ രാവിലെയൊക്കെ പോരി. അപ്പോൾ നല്ല ക്ലൈമറ്റ് അടിപൊളിയായി കയറാം. ഈ സമയത്തൊക്കെ നൈസാണ്. പിന്നെപ്പോ എന്താ, അപ്പൊ നിങ്ങള് അതിനനുസരിച്ച് ചെയ്യും. നമ്മളിതിന്റെ ബാക്കി ആഡും കാര്യങ്ങളൊക്കെ, ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇരിക്കാനുള്ള നല്ല സ്പോട്ടുണ്ട്. ഉള്ളിൽ കയറി ഇരിക്കാനാ? ഞാൻ വരാം, നിങ്ങൾ ഇവിടെ നിന്നോളെ. വേണ്ട വേണ്ട, അവിടെ നിന്നോ. രസല്ലേ കാണാൻ? ആരും കാണാത്ത വഴിയിലൂടെ ഗുണ കേവ് കാണാൻ പോകുന്നു. ഇതില്ലടാ, ഇത് രസമല്ല. ഇവിടുത്തെ ആദിവാസി പറഞ്ഞ ആൾ ഇതാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഫുൾ മാനേജ് ചെയ്യുന്ന മൂപ്പരാണ്. ഇപ്പോ നൈസ് സ്ഥലാണ്, വിഷ്വൽ ബ്യൂട്ടി. മരണ്ട് ഞാൻ കൈ പിടിക്കാ. എന്താ ഒരു കാലയില് വെക്ക്, ഞാൻ പിടിക്കാ. ഇജ്ജ് കാണു, അവിടെ ഇരുന്നാ നല്ല രസാ. കൊണ്ടാ കൈ കൊണ്ടാ അതില് ചവിട്ട്. ആ കറക്റ്റ് അതിൽ ഇരുന്നോ. ഈ എങ്ങനെയാണ് ചാരി ഇരിക്കണത് അതുപോലെ ഇരുന്നോ. ഇങ്ങനെ പേടിക്കല്ലടാ. കാണില്ലേ എന്റെ ഹസ്ബൻഡാണ് ഇരിക്കുന്നത്. അവിടെ ഇരുന്നോട്ടെ, നിലത്തിക്കാൻ ചാടിയ എന്തടാ നമ്മള് മരം കയറല്ലേ? അതെ, പക്ഷേ നല്ല മരം കേടില്ലേ. ഇവിടെ ഇപ്പൊ വന്നാലും ഉണ്ടാവണ കാക്കയാണിത്. എന്തുണ്ടായി കാക്കാണ് ചോദിച്ചാൽ മതി. കാക്കാനോട് എന്തിനാടി ചോദിക്കുന്നത്? നാരായണ ഭ്രാന്തന്റെ മൗംഗ്ലിയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ശ്രദ്ധിക്കട്ടാ, ഈ വീഡിയോയിൽ പിന്നെ ചാടുന്ന വീഡിയോ കണ്ടിരുന്നു.
ആണ് ഇങ്ങനെ വെക്കുന്നു. ഏറിയോ ആ കണ്ണുക്ക് നല്ല കളറുണ്ട്. ഓക്കെ, കണ്ണ് കാണാനിലേക്ക് നോക്കിയാണ്ട് ഗൈസ്. അപ്പൊ നമ്മള് തിരിച്ചിറങ്ങാണ്. എല്ലാ ആൽമരുണ്ട്. ഇത് ആൽമരന്നല്ലേ? ഒരു തള്ളിസ്റ്റ് ബാഗ് നല്ല തള്ളുണ്ട്. വന്ന വഴി രാവിലെ സ്റ്റെപ്പ് കയറി പോകുന്നുണ്ടായിരുന്നു, പക്ഷെ വീഡിയോയിൽ കാര്യമായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. തിരിച്ചു പോകുമ്പോൾ കുറച്ച് ക്ലിപ്പുകളൊക്കെ അതിൽ ആഡ് ചെയ്യാം. അടിപൊളിയാണ്. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങാൻ പോവാണ്. സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ ചെരിഞ്ഞും കയറി ഇറങ്ങിക്കോളൂ. അപ്പൊ സുഖമായിട്ട് കയറി ഇറങ്ങാൻ പറ്റും. ഓഹോ, എന്താണ് ഈ സ്റ്റെപ്പ് ആരെങ്കിലും കളിച്ചാ ഓർക്ക് 100 റുപ്യ. ട്രൈ ഷെവിൻ ട്രൈ ചെയ്യാന്ന്. അവിടെ നിക്കുന്നതാ. ഇറങ്ങിക്കൊണ്ടിരിക്കാണ്. Oh my god, this is precious, elegant, mind blowing. ആ ബിൽഡിംഗ് ആർക്കെങ്കിലും അറിയുള്ളൂ. അത് ആ സ്ഥലാണ്. കോമഡി ചെറുതും വലുതൊക്കെ ഉണ്ട്. സൈലോ അടി ഒക്കെ ഇടണോ? ഗൈസ്, അപ്പൊ കേറി നമ്മള് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് നമുക്കറിയില്ല. ഇറങ്ങുന്ന വീഡിയോസ് കുറച്ച് ക്ലാരിറ്റി ഉണ്ട്. കയറാൻ കുറച്ച് പാടുണ്ടെങ്കിൽ ഇറങ്ങാൻ നല്ല സുഖമുണ്ട്. ശ്രദ്ധിച്ച് കയറി ഇറങ്ങാം ഇങ്ങോട്ട് വരുന്നവര്. ഗൈസ്, 2008 സ്ഥാപനം. 2008 അപ്പൊ 17/9/2008. ഷെമിയ എങ്ങനുണ്ട്? ചൂക്കിടൂ. എന്തായാലും എല്ലാരും വരിക, സ്റ്റെപ്പ് കയറുക. ഓക്കെ, യെസ്, ശ്രദ്ധിച്ച് കയറാം അല്ലേ? ശ്രദ്ധിച്ച് കയറാം. മേലത്തെ എക്സ്പീരിയൻസ് സൺറൈസ് അടിപൊളി. അതില് വീഡിയോ കാണാം ഗൈസ്, അതിലെടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലാത്ത ആൾക്കാരെ എന്തായാലും പോകുന്നുള്ളേ. എക്സ്പീരിയൻസ് ആയിക്കാരം. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു മിനി വ്ളോഗ് ആയിട്ട് ഇപ്പോൾ എല്ലാവരും നല്ല പോലെ കാണുക. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഒക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വിവരങ്ങളൊക്കെ കമന്റ് ബോക്സിലൊക്കെ അറിയിക്കാം. നെക്സ്റ്റ് വീഡിയോ വൈകാതെ വരും. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.